ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഓൾമസിലേക്ക് പോവുകയാണ്, എ സിറ്റി ഇൻ മൊറാവിയ. ആൻഡ് ഓൾസോ ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ. ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ദിസ് മൈ ഫസ്റ്റ് റോഡ് ട്രിപ്പ്. ഒളോമുച്ചിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആൻഡ് ആഷിഖ്, നീ ഇതിനു മുമ്പ് ഒളോമുച്ചിൽ പോയിട്ടുണ്ട്, റൈറ്റ്? ടെൽ മീ അബൌട്ട് ഒളോമുച്ച്. എങ്ങനെയാണ്? ചെക്കിന്റെ ഒരു ഈസ്റ്റേൺ പാർട്ടിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, ഡിഫറെന്റ് വൈബ്രന്റ് കൾച്ചറാണ്, ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒളോമുച്ച്. എന്തായാലും ചെക്കിൽ വന്ന ഒരു വ്യക്തി ഫസ്റ്റ് ആയിട്ട് ഒളോമുച്ച് വിസിറ്റ് ചെയ്യണം. ഫസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഒളോമുച്ച്. ഞാനിവിടെ ചെക്കിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു റോഡ് ട്രിപ്പിന് ഇതുവരെ പോയിട്ടില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രിപ്പ്. ഐ എം സോ എക്സൈറ്റഡ്. ആൻഡ് കുറെ ക്രിസ്മസ് മാർക്കറ്റ്സും ഉണ്ട്. ഞാൻ എല്ലാം വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. കർവീനിൽ നിന്ന് ഓൾമോസ്റ്റിലേക്ക് 114 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നല്ല സണ്ണി ഡേ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ കോട വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇവിടുത്തെ വെതർ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓൾമച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് ഓൾമച്ച് എന്നറിയണ്ടേ? ഒളോമച്ച് മൊറാവിയയിലെ ഒരു ഹിസ്റ്റോറിക് സിറ്റിയാണ്. ആൻഡ് ഇത് ഒറിജിൻ ചെയ്തത് റോമൻ ടൈംസിലായിരുന്നു. And it became an important religious and cultural hub in 11th century. And also it's a home to incredible Baroque architecture. യുനെസ്കോയിലുള്ള ഹോളി ട്രിനിറ്റി കോളവും ഒളോമുച്ചിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആസ് ഐ സെഡ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. നല്ല കോടയായി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ നല്ല കോടയായിട്ട് വെഹിക്കിൾസ് ഒന്നും കാണാത്ത രീതിയിലേക്ക് മാറും. പകൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയൊരു ബുദ്ധിമുട്ട് കാണില്ലെങ്കിലും നൈറ്റ് ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. ഇത് എക്സ്പ്രസ് ഹൈവേയും കൂടി ആയതുകൊണ്ട് നല്ല സ്പീഡിലാണ് വെഹിക്കിൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒളോമുച്ച് സിറ്റിയിലേക്ക് എത്തി. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ചെക്കിൽ വന്നിട്ട് ഒളോമുച്ചിലേക്ക് വരാനായിട്ട് റോഡ് ട്രിപ്പ് വരെ വരുന്നുണ്ടെങ്കിൽ സൺഡേയ്സ് ഫ്രീ പാർക്കിംഗ് ആണ്. സോ യു ക്യാൻ ചൂസ് സൺഡേ. ഇനിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് നടന്ന് പതിയെ കാണാം. ആസ് ഐ സെഡ്, ബറോക്യോ ആർക്കിടെക്ചർ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചറിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും. യൂറോപ്പിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് അവിടുത്തെ ബിൽഡിങ്സും അതിൻ്റെ ആർക്കിടെക്ചറുമാണ്. യൂറോപ്യൻ കൺട്രീസിലെ ഓരോ മെയിൻ സ്പോട്ടിലും ഓരോ സിറ്റീസിലും അവരുടേതായ ഒരു മെയിൻ സ്ക്വയറാണ്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓൾമുച്ചിലെ ഒരു മെയിൻ സ്ക്വയറിലേക്കാണ്. ആൻഡ് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പണാണ്. അപ്പോൾ മെയിൻ അട്രാക്ഷൻ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റും അവർ കൊണ്ടുവരുന്ന അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ ഐറ്റംസ് കാണും. വൈൻ, ഇവിടെ ചെക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഹോട്ട് മുൾഡ് വൈൻ. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ത്രൂ ഔട്ട് നമുക്കിങ്ങനെ നിന്നിങ്ങനെ നോക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാൾ ഭംഗിയാണ് നമ്മളിത് നേരിട്ട് കാണുമ്പോൾ. എല്ലാവർക്കും അറിയാം പ്രാഗിലൊരു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഒളോമുച്ചിലും ഒരു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിവിടുത്തെ മേജർ അട്രാക്ഷനിലൊന്നാണ്. 15th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് വട്ടം ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ ഹീലിയോസെൻട്രിക് ക്ലോക്സ് ഇൻ ദ വേൾഡ്. ആൻഡ് നെക്സ്റ്റ് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഹോളി ട്രിനിറ്റി കോളം, ഇത് ചെക്കിലെ ഒരു ബറാക്കോ മോണ്യുമെൻ്റ് ആണ്. ആൻഡ് ഇത് 2000 യുനെസ്കോ ലിസ്റ്റഡ് ആയത്. ആൻഡ് ദിസ് കോളം വാസ് ബിൽഡ് ഇൻ 17th സെഞ്ച്വറി. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് മാർക്കറ്റ്സ് കാണാം. ചെക്കിലെ മേജർ അട്രാക്ഷൻസിലൊന്നാണ് ഇവിടുത്തെ ഹോട്ട് മുള്ളറ്റ് വൈൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു മെയിൻ സാധനമാണ് ഹോട്ട് മുള്ളറ്റ് വൈൻ. ക്രിസ്മസ് ടൈമിൽ ഇവിടുത്തെ എല്ലാ ലോക്കൽ ക്രിസ്മസ് മാർക്കറ്റുകളും ഹോട്ട് മുള്ളറ്റ് വൈൻ കിട്ടും. അതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കഴിക്കാൻ പറ്റും. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം പഞ്ചസാര പാനി പോലത്തെ ഒരു ജാറിലാക്കി വെച്ചേക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അതിനകത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഫുൾ ക്രിസ്മസ് മാർക്കറ്റ്സ് ഇങ്ങനെ കണ്ട് നടക്കാം.
ഇവിടുത്തെ ഓരോ ഷോപ്സിലും ഈ ക്രിസ്മസ് തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് കൊണ്ടുവരുന്നത് ഇവരുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട്. നടന്ന് ക്ഷീണിച്ച് വി തോട്ട് ഹാവിങ് സം ഫുഡ്. അപ്പോൾ ഓൾമോസ്റ്റ് കവർ നിന്ന് മാളിലേക്കുള്ളൊരു ബ്രിഡ്ജിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്നത് വലിയൊരു മോളാണ്. ഇവിടെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ആൻഡ് കുറേ നാളായി ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. സോ ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നത്, ബട്ട് ഇന്ത്യൻ ആണല്ലോ, അതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് ഓപ്റ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി തോട്ട് ലൈക്ക് ഗോയിങ് ഫോർ ഐസ് സ്കേറ്റിംഗ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വിചാരിച്ച പോലെ അത്ര ഇത് ഈസി അല്ലെന്ന്. സോ ഒരു ഭാഗ്യപരീക്ഷണം ചെയ്തില്ല. മേ ബി നെക്സ്റ്റ് ടൈം. ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ മ്യൂസീഷ്യൻസ് വന്നിട്ട് അവർ പാട്ട് പാടുന്നതും ഗിത്താറ് വായിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതാണ് സെയിൻറ്റ് വെൻസ്ലാസ് കത്തീഡ്രൽ ചർച്ച്. ഇത് റോമൻ സ്റ്റൈലിൽ ബിൽഡ് ചെയ്ത വൺ ഓഫ് ദ ഫേമസ് ചർച്ച് ഓൾമോസ്റ്റ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിയായിട്ടുള്ളൂ, പക്ഷേ ഒരു 8 മണിയായൊരു ഫീലുണ്ട്. ഇവിടെ ഫുൾ ഓണായി, ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി, നല്ല തിരക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഓണായിട്ട് നല്ല ഭംഗിയുണ്ട് ചുറ്റും. എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചത് ഒരു ഫുൾ ഓൾമോസ്റ്റ് സിറ്റീൻ്റെ ഒരു സ്റ്റിൽ മോഡൽ തന്നെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓൾമോസ്റ്റ് ഈ ഒരു ഡേ കൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ട്സ് എല്ലാം ഇവിടുത്തെ കവർ ചെയ്തു. ഇനി ഈ ഓൾമോസ്റ്റിൽ
ഓസ്ട്രോണോമിക്കൽ ക്ലോക്കിൻ്റെ ബെല്ലടിയോടുകൂടി നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? perfect. Okay, attitude.